അച്ഛമ്മ നെല്ലില് പോണം മുളക് മല്ലി പൊടിക്കാൻ. മോൻ വരണ എന്റെ മല്ലിയും പോവാ പിടിച്ചോ. നമ്മുടെ ഋതുബേബി അച്ചാമ്മയോടൊപ്പം മില്ലിലേക്ക് പോകാൻ പോവുകയാണ്. അച്ചാമ്മ മുളക് മല്ലിയൊക്കെ ആയിട്ട് ഇറങ്ങിയപ്പോൾ ഞാനും വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് മുളകൊക്കെ വാങ്ങിച്ച് കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. മുളക് ഭയങ്കര എരിയായതുകൊണ്ട് അച്ചാമ്മ മുളക് തിരികെ വാങ്ങിച്ച് മല്ലി കൊടുത്തു. അപ്പോൾ അതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരെങ്കിലും പിടിച്ച് വാങ്ങുന്നെങ്കിലാന്ന് വിചാരിച്ച് ഓടി പോകാൻ പോവുകയാണ് ഋതു. മുളക് മല്ലിയും പൊടിക്കാൻ പോണു. പോയിട്ട് വരും. ഇത് എവിടെ പോണ്? എവിടെ പോണ്? മുളക് പൊടിക്കാൻ പോണോ? അതെവിടെ പോണ്? മില്ലിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഋതുബേബി മുളകും മല്ലിയും പൊടിക്കാൻ മില്ലിലോട്ട് പോണ യാത്രയാണ്. ഒഴിഞ്ഞു പോ. അപ്പോൾ മെയിൻ റോഡ് എത്താറായി. ഋതുബേബി മല്ലിയൊക്കെ അമ്മയുടെ കയ്യിലേൽപ്പിച്ച് അച്ചാമ്മയുടെ കൈ പിടിച്ച് നടക്കുകയാണ്. ഞാൻ മില്ലെത്തിയിട്ടുണ്ട്. അവിടെ കയറി ഇരിക്കും. കസേര കയറി ഇരിക്കണം. ഋതുബേബിക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് കസേരയിലൊന്നും ഇരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മല്ലി പൊടിക്കുന്ന സമയം കൊണ്ട് അടുത്തുള്ള കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവാണ്. തേങ്ങ വാങ്ങാൻ പോടാ. മില്ലില് മുളകും മല്ലിയും പൊടിക്കുന്ന സൗണ്ട് കേട്ട് ഋതു അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ചാമ്മ കൈയൊക്കെ പിടിച്ച് കടയിലേക്ക് പോകാൻ പോണത്. കട റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് കടയിലെത്തിയിട്ടുണ്ട്. ഋതുബേബി കട എത്തുന്ന മുമ്പേ റോട്ടിൽ നിന്ന് തേങ്ങ വേണം, തേയില വേണമെന്നൊക്കെ ഒരു ലിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അച്ചാമ്മയ്ക്ക് കാര്യം പറയാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ മിഠായി ഉള്ളോ? മഞ്ചൊന്നുമില്ലേ? എന്തേലും ഇത് വാങ്ങിച്ച എന്തേര് മുട്ടായിയാ? പൈസ കൊടുത്താ? അപ്പോൾ നമ്മുടെ ഋതുബേബി വാങ്ങിച്ചു വെച്ച കവറ് അതിലെ പോയൊരു ആൻറ്റി തമാശയ്ക്ക് എടുത്തതിൻ്റെ കോലാഹലങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കവറെടുത്തോണ്ടോ? ചേച്ചിക്ക് കൊടുത്താണ്. മക്കള് ചേച്ചിക്ക് ഒരു മുട്ടായി കൊണ്ടുപോകുന്നത്. ഇതല്ല, ചേച്ചിക്ക് ഒരു മുട്ടായി കൊണ്ടുപോകും. ഋതുബേബി തിരിച്ച് മില്ലിലേക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് മില്ലിലോട്ട് തിരികെ പോവാണ്. തിരികെ എത്തിയപ്പോഴത്തേക്കും മല്ലിയും മുളകൊന്നും പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ നേരം നമ്മുടെ ഋതുബേബി റോഡിലൊക്കെ ഇറങ്ങി സന്തോഷത്തിൽ
തുള്ളിച്ചാടി എന്തൊക്കെയോ അവൻ്റേതായ ഭാഷകൾ പറഞ്ഞ് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മുളകും മല്ലിയൊക്കെ പൊടിച്ചു കഴിഞ്ഞു. ഋതുബേബി മില്ലിലെ അണ്ണനോട് എത്ര രൂപയെന്നൊക്കെ തിരക്കുന്നുണ്ട്. അവനെ കൊണ്ടുപോകില്ല. അതൊക്കെ മേടിക്കും. എത്ര രൂപയായെന്ന് ചോദിച്ചാണ് പൈസ. 50 രൂപ. അഞ്ചു വാ അപ്പൂപ്പന്റെ കൊണ്ടുപോകാതെ അഞ്ചു കൊടുക്കുന്നത് തോട്ടാന്ന് വരാം. വീട്ടിൽ പോവാ. ഋതു എവിടെ പോയി? മുളകോടി പിടിക്കാൻ പോയാ? വേറെന്തേരൊക്കെ വാങ്ങിച്ച്? ആ ആ എല്ലാം ഉണ്ടോ? അയ്യോ ചെരുപ്പ് പോയാ? രാധമ്മയോട് പറ ചായ കുടിച്ചിട്ട് പോവാന്ന്. ഓടിയോ? അപ്പോൾ നമ്മുടെ ഋതുബേബി മുളകും മല്ലിയൊക്കെ പൊടിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഋതുബേബിയുടെ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.